Welcome to Moments Talks by Trivandrum Moments. ഹലോ ഗൈസ്, നമ്മൾ ട്രിവാൻഡ്രം മൊമെന്റ്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. നമ്മുടെ ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റായ രവിചന്ദ്രൻ സാറ് സിറ്റി ബ്രാൻഡിങ്ങിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു. തിരുവനന്തപുരം പേരിടില്ല. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്, അത് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് ഇട്ടാൽ കുഴപ്പം. കൊച്ചിൻ ഷിപ്പ്യാർഡ് വരാമല്ലോ, കുഴപ്പമില്ലല്ലോ. ടെക്നോ പാർക്ക് കഴക്കൂട്ടം, അത് ടെക്നോ പാർക്ക് ട്രിവാൻഡ്രം ആയിക്കൂടെ. സ്മാർട്ട് അവിടെ ഇൻഫോ പാർക്ക് കൊച്ചിനാണ് പറയുന്നത്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കാര്യവട്ടം, അത് ട്രിവാൻഡ്രം ആവാൻ പറ്റില്ലേ. ടെക്നോ സിറ്റി പള്ളിപ്പുറം, എന്താ ട്രിവാൻഡ്രം ഇട്ടാൻ പറ്റില്ലേ. ലൈഫ് സയൻസ് പാർക്ക് തോന്നേക്കൽ, ഇങ്ങനെയൊക്കെ പേരിട്ടാൽ ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ അറിയാൻ തിരുവനന്തപുരത്താണെന്നത്. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ കമന്റ്സ് വന്നിരുന്നു. ആ കമന്റ്സ് ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ട കമന്റ്സിൽ ചിലര് പറഞ്ഞ കാര്യമാണ്, ജില്ലയുടെ പേര് എറണാകുളം എന്നാണ്, അത് മാറ്റിയില്ല, അതായത് അത് കൊച്ചി ആക്കിയില്ലല്ലോ, ജില്ലയുടെ പേര് എറണാകുളം എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില കമന്റ്സ് കണ്ടു. ആക്ച്വലി അദ്ദേഹം അതിൽ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ സിറ്റി ബ്രാൻഡിങ്ങിനെ കുറിച്ചാണ്. ഇപ്പൊ സിറ്റിയുടെ പേര് കൊച്ചിയാണ് എന്ന് വെച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റിയുടെ പേര് ഒരു പേരാണെന്ന് വെച്ച് ആ പേര് തന്നെ ഡിസ്ട്രിക്റ്റിൽ വരണം നിർബന്ധമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചെന്നൈ നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈ എന്ന നഗരം നിൽക്കുന്നത് ഒരൊറ്റ ജില്ലയിലല്ല, 3-4 ജില്ലയിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു നഗരമാണ് ചെന്നൈ നഗരം. ചെന്നൈ ഡിസ്ട്രിക്ട് നോക്കിയാൽ തന്നെ തമിഴ്നാട്ടിലെ ഏറ്റവും ചെറിയ ജില്ലകളിൽ ഒരെണ്ണമാണ് ചെന്നൈ ഡിസ്ട്രിക്ട് എന്ന്. ഇപ്പൊ തന്നെ നമുക്കറിയാം, പല സ്ഥാപനങ്ങൾക്കും ആ നഗരങ്ങളുടെ പേരിനോട് ചേർത്ത് വെച്ച്, അല്ലെങ്കിൽ സ്റ്റേഡിയം ആയിക്കോട്ടെ, IT പാർക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷിപ്പ്യാർഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അതിപ്പോ കൊച്ചിയിൽ മാത്രമല്ല, ഇപ്പൊ നമ്മൾ ചെന്നൈ, മുംബൈ, കോഴിക്കോട് നോക്കിയാലും ശരി, അത് ആ നഗരത്തെയും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ നഗരത്തിന്റെ പേരും കൂടി ബ്രാൻഡ് ചെയ്തുകൊണ്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. സിറ്റി ബ്രാൻഡിങ് അത് നമ്മൾ ഇപ്പം ട്രിവാൻഡ്രം മൊമെന്റ്സ് ആയാലും ശരി, മറ്റ് ഏത് പേജുകളായാലും ശരി, വർഷങ്ങളായിട്ട് ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാറുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്തിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സിറ്റി ബ്രാൻഡിങ് ഒട്ടും ചെയ്യാത്തൊരു നഗരമാണ്. അത് ഗവൺമെന്റ് പോലും അതിന് മുന്നിട്ട്, ഒരു ക്യാപിറ്റൽ സിറ്റി ആയിട്ട് പോലും ഗവൺമെന്റ് പോലും അതിന് മുന്നിട്ട് അതിനൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് തന്നെ സംശയമാണ്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത്. സിറ്റി ബ്രാൻഡിങ് ചെയ്തു കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ അത് സിറ്റീനെ ഗ്ലോബലി പ്രൊമോട്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഗ്ലോബലി ബ്രാൻഡ് ചെയ്യാൻ വളരെയധികം ഗുണം ചെയ്യും. ഇപ്പൊ തന്നെ അതിൽ ഒരു കമന്റ് ഞാൻ കണ്ടു, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എന്ന് പറയുന്നതിൽ ആർക്കാണ് പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് അതിൽ കുഴപ്പം എന്ന് ഒരു കമന്റ് ഉണ്ട്. യാതൊരു പ്രശ്നവുമില്ല, വിഴിഞ്ഞം എന്ന് പറയുന്നത് നല്ല പേര് തന്നെയാണ്. പക്ഷേ പ്രധാനപ്പെട്ട സിറ്റിയുടെ പേര് വെച്ചുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് കിട്ടുന്ന മൈലേജ് കൂടുതലായിരിക്കും. അത് സിറ്റീനെ ബ്രാൻഡ് ചെയ്യുന്നത് കൂടുതൽ നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം വിഴിഞ്ഞം ആയാലും കാര്യവട്ടമായാലും ഇപ്പോൾ കഴക്കൂട്ടം, ഏത് സ്ഥലം ആയിക്കോട്ടെ, ട്രിവാൻഡ്രത്ത് തന്നെയാണല്ലോ. അപ്പൊ ട്രിവാൻഡ്രത്തിന്റെ പേരിലാണ് ചെയ്യുന്നെങ്കിൽ ട്രിവാൻഡ്രം സിറ്റിയുടെ ബ്രാൻഡിങ്ങിലും ഇപ്പൊ നമ്മൾ നോക്കൂ, നമ്മളിപ്പോ ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ, ഇപ്പൊ ചിലവര് കമന്റ് പറയുന്നത് അതൊക്കെ ഭയങ്കര വലിയ സിറ്റികളാണ്, മെഗാ സിറ്റി, മെട്രോ സിറ്റി, അതൊക്കെ ആയിട്ട് ഇങ്ങനെ ട്രിവാൻഡ്രം കമ്പയർ ചെയ്യാൻ പറ്റുന്നൊക്കെ പറയും. ഞാൻ പറയട്ടെ, ഈ ബാംഗ്ലൂരും മുംബൈ എല്ലാം ഒരു കാലത്ത് ചെറിയ സിറ്റി ആയിരുന്നു, അല്ലാതെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് പൊട്ടി മുളച്ച് മെഗാ സിറ്റി ആയതല്ല. ഇതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലും ഇതേപോലെ നഗരങ്ങൾ വളരാം, വലിയ വലിയ നഗരങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഒരു കാലത്ത് ഉണ്ടായ വലിയ മഹാനഗരങ്ങളല്ല ഇന്നത്തെ കാലത്ത് ഉള്ള നഗരങ്ങൾ. ഒരു കാലത്ത് ഇപ്പൊ തന്നെ നമ്മൾ ഹംപിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഹംപി വളരെയധികം പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഹംപി. ഹംപി ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കും. പക്ഷെ ഇന്ന് ഹംപി എന്താണ് അവസ്ഥ? എല്ലാം പോട്ട്. ഇപ്പോ കൊൽക്കത്ത ഒരു കാലത്ത് ഇന്ത്യയുടെ മഹാനഗരമായിരുന്നു. മുംബൈയും ഡൽഹിയും ഒന്നുമല്ല എന്ന് കൊൽക്കത്തയുടെ മുമ്പിൽ. എന്നാൽ ഇന്നത്തെ കൊൽക്കത്തയുടെ അവസ്ഥ എന്താണ്? അപ്പോൾ ഓരോ കാലഘട്ടം അനുസരിച്ചും ഓരോ നഗരങ്ങൾ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇപ്പൊ തന്നെ ദുബായിയൊക്കെ നമ്മളാണെങ്കിൽ പറയും നമ്മൾ ഗ്ലോബൽ സിറ്റിയാണ് ദുബായ്. ദുബായിയുടെ കാര്യം നോക്കിയാൽ തന്നെ ഏകദേശം 100 വർഷം മുമ്പ് ദുബായ് ഇന്ന് കാണുന്ന ദുബായേ അല്ല. ദുബായ് ഒന്നുമില്ല അന്നത്തെ കാലത്ത്. ദുബായ് ഈ ഒരു ഗ്യാപ്പിലാണ് ഇത്രയും ഫാസ്റ്റായി ഡെവലപ്പായി ഇത്രയും വലിയൊരു മഹാനഗരമായി മാറിയത്. അപ്പോൾ ഒരു നഗരം ബ്രാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതിനെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ തനിയെ നടക്കുന്ന ഒരു പ്രോസസ്സല്ല. അതിനു വേണ്ടി നമ്മളും കുറെ ട്രൈ ചെയ്യണം. നമ്മൾ ഇവിടെ നഗരത്തിനെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ നഗരത്തിലുള്ളവരും അതിൻ്റെതായ പ്രയത്നങ്ങൾ
നമ്മൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ നഗരത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇതിലും നമ്മൾ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ട്രിവാൻഡ്രം എന്ന സിറ്റി, ട്രിവാൻഡ്രത്തിന്റെ പേര് അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ പേര് എന്തുകൊണ്ട് നമ്മൾ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല? അതൊരു ഒരിക്കലും ഒരു പ്രാദേശികവാദമല്ല. പ്രാദേശികവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലം വളർത്തിയെടുക്കാൻ, അല്ലെങ്കിൽ ഒരു സ്ഥലം മാത്രമേ വളർത്തിയെടുക്കാവൂ എന്നൊരു വാശി, മറ്റൊരു സ്ഥലം വളർത്താൻ പാടില്ല, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തെ നശിപ്പിച്ചുകൊണ്ട് ഈ ഒരു സ്ഥലത്തെ വളർത്താവൂ എന്ന് പറയുന്നതിനെയൊക്കെയാണ് പ്രാദേശികവാദം എന്ന് പറയുന്നത്. നമ്മളിവിടെ സിറ്റി ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ ഗ്ലോബലി നടക്കുന്ന സംഭവം. ഇത്രേ പറയാനുള്ളൂ. സിറ്റി ബ്രാൻഡിങ് അത് നമ്മുടെ സൈഡിൽ നിന്ന് ഇനിയും സിറ്റി ബ്രാൻഡിങ് ചെയ്യും. ട്രിവാൻഡ്രം സിറ്റീനെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ എത്രത്തോളം ബ്രാൻഡ് ചെയ്യാൻ പറ്റുമോ അതിനുള്ള എല്ലാ വഴികളും നമ്മൾ നോക്കും. ഇതുവരെ നമ്മൾ നോക്കിയിട്ടുമുണ്ട്. തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിന് യാതൊരു മാറ്റവും. ഞങ്ങളുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ട്രിവാൻഡ്രത്തെ വളർത്തുക, ട്രിവാൻഡ്രത്തിന്റെ വളർച്ച ആഗ്രഹിക്കുന്ന ഒരു ഗ്ലോബൽ സിറ്റി ആക്കി ട്രിവാൻഡ്രത്തെ മാറ്റുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിന് മറ്റ് സിറ്റീനെ നശിപ്പിച്ചുകൊണ്ട് ട്രിവാൻഡ്രം മാത്രമേ കേരളത്തിൽ നിന്ന് വളരാവൂ എന്ന് വാശിയൊന്നും ഞങ്ങൾക്കില്ല. അതിനെ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല, ഇനി ശ്രമിക്കാൻ ഉദ്ദേശവുമില്ല.